ഹായ്, ഏറെ ഹൃദയസ്പർശിയായ ഒരു ഹിന്ദി ചലച്ചിത്രം ആം ഐ നെക്സ്റ്റ് വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ചലച്ചിത്രമാണ്. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് ജമ്മുവിലാണ്. ജമ്മു നഗരത്തിൽ ഹണി എന്ന പെൺകുട്ടിയുടെ കുടുംബം ജീവിക്കുന്നുണ്ടായിരുന്നു. ഹണിക്ക് സഹോദരങ്ങളില്ല, മാതാപിതാക്കൾ മാത്രമേയുള്ളൂ. ഒരു സാധാരണ ഇടത്തരം കുടുംബം. അവളുടെ അച്ഛന് 20,000 രൂപ മാത്രമാണ് മാസവരുമാനം. എന്നിരുന്നാൽ തന്നെയും വളരെ നല്ല രീതിയിലായിരുന്നു മാതാപിതാക്കൾ അവളെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ആയിടെ കുറച്ചു ദിവസങ്ങളായി രാവിലെ ഭയാനകമായ ഒരു സ്വപ്നം കണ്ടാണ് അവളെന്നും ഉണരുന്നത്. ആരും അവളെ വല്ലാതെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ആ ഒരു ദുരന്തം അവളുടെ ജീവിതത്തിൽ നടന്നതു മുതലായിരുന്നു ഇത്തരം പേടി സ്വപ്നങ്ങൾ അവളെ വേട്ടയാടാൻ തുടങ്ങിയത്. ആ ഒരു സംഭവത്തിനു ശേഷം ഹണിയുടെ മുഖത്തെ പുഞ്ചിരി തന്നെ അങ്ങ് മാഞ്ഞുപോയി. അവളിപ്പോൾ അധികമാരോടും തന്നെ സംസാരിക്കാറില്ല, ചിരിക്കാറ് പോലുമില്ല. പതിവ് പോലെ അന്നും സ്കൂളിൽ പോവാൻ തയ്യാറെടുത്തിയ അവൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. താനെന്താ പണ്ടത്തേക്കാൾ തടിച്ചിരിക്കുന്നുണ്ടോ അവളുടെ ഉള്ളിൽ തോന്നി. വൈകാതെ അച്ഛൻ അവളെ സ്കൂട്ടറിൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി. സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. ഹണി ക്ലാസ്സിലേക്കും എത്തപ്പെട്ടു. ക്ലാസ് തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് പെട്ടെന്ന് ഹണിക്ക് തലകറക്കം അനുഭവപ്പെട്ടത്. അവളവിടെ കുഴഞ്ഞു വീണു. വൈകാതെ സ്കൂളിൽ നിന്ന് അച്ഛനെ വിളിച്ച് ആ വിവരം അറിയിച്ചു. അദ്ദേഹത്തോട് സ്കൂളിലേക്ക് എത്താനും ആവശ്യപ്പെട്ടു. സ്കൂളിൽ അദ്ദേഹം എത്തിയപ്പോ പ്രധാനാധ്യാപിക അദ്ദേഹത്തോട് സംസാരിച്ചു. എന്താണെന്നറിയില്ല, മോൾക്ക് പെട്ടെന്ന് തലകറക്കം വന്നു. അവൾ ഭക്ഷണം കൃത്യമായി കഴിക്കാറില്ലേ? കുട്ടിയെ നന്നായി കഴിപ്പിക്കണോട്ടോ. ഇല്ല മേഡം, നന്നായി ഭക്ഷണം കഴിച്ചിട്ടാ അവൾ സ്കൂളിലേക്ക് വന്നത്. രാവിലെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും, അധ്യാപിക പറഞ്ഞു നിർത്തി. തുടർന്ന് അമ്മയും അച്ഛനും കൂടി ഹണിയെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ ഹണിയെ സ്കാൻ ചെയ്തു. കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവർ പിന്നാലെ ഹണിയുടെ മാതാപിതാക്കളെ മുറിയിലേക്ക് വിളിച്ചു. ശേഷം അവരോടായി പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഞെട്ടൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ ധൈര്യം സംഭരിച്ചിരിക്കണം. അവൾക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അവൾ ഗർഭിണിയാണ്. ഇത് കേട്ട ഹണിയുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കാതുകളെ വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഹണിയുടെ അച്ഛൻ ഡോക്ടറോട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവിടെ നിന്നിറങ്ങിയത്. അവിടെ നിന്നവർ വീട്ടിലെത്തി. എന്തു ചെയ്യണമെന്ന് അവർക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയും വലിയ മാനസിക ആഘാതവും വിഷമവും അവരിലേക്ക് എത്തിയിരുന്നു. തൊണ്ടയിൽ നിന്ന് വെള്ളം പോലും ഇറങ്ങാത്ത അവസ്ഥ. ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തിനാ അച്ഛൻ ദേഷ്യപ്പെട്ടത്? എനിക്കെന്താ പറ്റിയത്? നിഷ്കളങ്കയായ ഹണി തന്റെ അച്ഛനോട് ചോദിച്ചു. പക്ഷെ അദ്ദേഹം മറുപടിയൊന്നും നൽകിയില്ല. അപ്പോഴാണ് ഹണിയുടെ അമ്മയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ ഏതൊരു മാതാപിതാക്കളും ചെയ്യുന്ന പോലെ ദേഷ്യം കൊണ്ടവർ ഹണിയെ തല്ലാൻ തുടങ്ങി. നീ ഇതെന്താടി ചെയ്തത്? ഞങ്ങൾ നിന്നെ പൊന്നുപോലെ നോക്കിയല്ലേ വളർത്തിയത്. നിനക്ക് എന്തെങ്കിലും കുറവ് വെച്ചിട്ടുണ്ടോ? നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ തന്നില്ലേടി. എന്നിട്ട് ഞങ്ങളോട് ഈ ചതി വേണമായിരുന്നോ? ആരുടെ കുഞ്ഞിനെയാ നീ ചുമന്ന് നടക്കുന്നേ? അവർ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ അമ്മയെ തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരാണെങ്കിൽ സങ്കടം കൊണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതൊക്കെ കേട്ടതും ഹണിയാകെ ഭയന്ന് വിറച്ചുപോയി. കാരണം തന്റെ ആ അവസ്ഥയെക്കുറിച്ച് അവൾക്ക് പോലും അപ്പോൾ അറിവുണ്ടായിരുന്നില്ല. ഹണിയുടെ ലോകം തലകീഴ്മേൽ മറിയാൻ തുടങ്ങുകയായിരുന്നു. കുറച്ചു സമയം കടന്നുപോയി. അച്ഛൻ സ്നേഹത്തോടെ ഹണിയുടെ അടുത്ത് ചെന്നിരുന്നു. അവളോട് ചോദിച്ചു, മോളെ, എന്താ സംഭവിച്ചത്? ഇത് നിന്റെ ഇഷ്ടപ്രകാരം നടന്നതാണോ? അതോ ആരെങ്കിലും എന്റെ മോളോട് ബലപ്രയോഗം നടത്തിയതാണോ? അദ്ദേഹത്തിന്റെ വാക്കുകളിടറിയിരുന്നു. തന്നോടാരോ ക്രൂരത കാണിച്ചതാണെന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ് ഹണി അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടിപ്പോയി. അത് കേട്ടതും അവളുടെ മാതാപിതാക്കൾക്ക് വലിയ വിഷമം തന്നെ തോന്നിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ബോധരഹിതയായി കിടക്കുകയാണ്. അവർ അവളെ അവിടെ നിന്ന് പൊക്കിയെടുത്തു. അടുത്ത ദിവസം അമ്മ അവളെ മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഗർഭചിത്രം നടത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷെ പെൺകുട്ടിക്ക് എത്രയാ വയസ്സെന്ന് ഡോക്ടർ ചോദിച്ചു. 14 വയസ്സ് മാത്രമാണെന്നറിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇതൊരു നിയമപ്രശ്നമാണ്. പെൺകുട്ടി പ്രായപൂർത്തിയാകാത്തതിനാൽ നിയമസഹായം തേടാതെ ഇത് ചെയ്യാൻ കഴിയില്ല. കൂടാതെ ഇത് അവളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ഞങ്ങൾക്കിതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഹണിയുടെ അമ്മ അവിടെ നിന്നിറങ്ങിയത്. തിരികെ വരുമ്പോൾ നാട്ടുചികിത്സയൊക്കെ നടത്തുന്ന ഒരു സ്ത്രീ അവരെ കണ്ടു. അവർ ഒരു മരുന്ന് ഹണിയുടെ അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതങ്ങ് കഴിച്ചാ മതി, പ്രശ്നം തീർന്നോളും. മറുവശത്ത് ഹണിയുടെ അച്ഛനാകട്ടെ മറ്റൊരു ഡോക്ടറെ കാണുകയായിരുന്നു. എല്ലാം മനസ്സിലാക്കിയ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും നിയമപരമായി തന്നെ മുമ്പോട്ടേക്ക് പോകണം. നൈന എന്നൊരു അഭിഭാഷകയുണ്ട്. സ്ത്രീകൾക്കായി പ്രവർത്തിക്കുന്ന ഒരു NGO നടത്തുകയാണ് അവർ. ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നൈനയ്ക്ക് ഈ കേസ് നന്നായി
നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും. നിങ്ങൾ അവരെ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. ഹണിയുടെ അച്ഛനും അവരെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. മറുവശത്ത് വീട്ടിലേക്ക് എത്തിയിരുന്ന ഹണിയുടെ അമ്മ ആ നാട്ടുമരുന്ന് ഹണിക്ക് നൽകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ആ ഒരു സമയത്താണ് ഹണിയുടെ അച്ഛൻ നൈനയുമായി വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങോട്ടേക്ക് കടന്നു വന്ന നൈന തന്നെ സ്വയം അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ഞാനൊരു വക്കീലാണ്, ഇതുപോലെ ഒട്ടേറെ കേസുകൾ ഞാൻ ഡീല് ചെയ്തിട്ടുണ്ട്. നൈന പറഞ്ഞത് കേട്ടതും ഹണിയുടെ അമ്മ പരിഭ്രാന്തിയിലായി. അവർ അച്ഛനെ മാറ്റി വിളിച്ചു കൊണ്ടുപോയി നിയന്ത്രണം വിട്ട് സംസാരിച്ചു. നമുക്ക് കേസൊന്നും വേണ്ട, കേസുമായി മുമ്പോട്ടേക്ക് പോകണ്ട, നീതി കിട്ടിയില്ലേലും വേണ്ടില്ല. ആളുകൾ അറിഞ്ഞാ അവരെന്തൊക്കെ പറയും? ആ പരത്തിന് പറ്റിയത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവളും പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായപ്പോ ഇതേപോലെ പരാതി കൊടുത്തതാ. കുറച്ചു ദിവസം കഴിഞ്ഞ് അവളുടെ മൃതദേഹം കിട്ടിയത്. നമ്മുടെ മകൾക്കും അത് സംഭവിക്കരുത്. വേണമെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ വളർത്താം. ഭാര്യയുടെ വാക്കുകൾ ആ അച്ഛനെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയിരുന്നു. അയാൾ പറഞ്ഞു, എന്റെ മകൾക്ക് 14 വയസ്സുള്ളൂ. അവളോട് ഈ ചതി ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ആ ബഹളം കേട്ട് നൈന അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നു. നൈന ആ പ്രശ്നത്തിൽ ഇടപെട്ടു. അടുത്ത ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് വളരെ മാന്യമായിട്ടായിരുന്നു ഹണിയോട് പെരുമാറിയത്. അവർ ഹണിയുടെ അച്ഛനോട് പറഞ്ഞു, നിങ്ങളൊട്ടും വിഷമിക്കേണ്ട കേട്ടോ, ഇത്തരം കേസുകൾ ഞങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. അവ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. ഇൻസ്പെക്ടർ ഹണിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മോളെ, സ്കൂളിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? തനിക്കങ്ങനെ ആരുമില്ലെന്ന് ഹണി പറഞ്ഞു. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ബസ്സിലോ ഏതെങ്കിലും അധ്യാപകരോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും? അപ്പോൾ ഹണി ഒരു പേര് പറഞ്ഞു, അമൻ സാർ. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇൻസ്പെക്ടർ പിന്നീട് ഹണിയുടെ അച്ഛനോട് ചോദിച്ചു, ആരാണ് ഈ അമൻ സാർ? അദ്ദേഹം പറഞ്ഞു, അവൻ ഞങ്ങളുടെ അയൽവാസിയാണ്. ഹണി അവിടെ കണക്ക് ട്യൂഷന് പോകാറുണ്ടായിരുന്നു. വാസ്തവത്തിൽ അവൻ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നവനായിരുന്നു. നഗരത്തിലൊരു വാടക വീട്ടിൽ താമസിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ എടുക്കുകയാണ്. മറുവശത്ത് നൈന കോടതിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്നും അവൾ ഗർഭിണിയാണെന്നും എന്നാൽ ഗർഭഛിദ്രം നടത്താൻ ഡോക്ടർമാർ തയ്യാറാകുന്നില്ലെന്നും അതിനനുവദിക്കണം എന്നും ആവശ്യപ്പെട്ട് നൈന ജഡ്ജിക്ക് മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു. എത്രയും വേഗം ഇത് പരിഗണിക്കപ്പെടണം എന്നും നൈന പറഞ്ഞിരുന്നു. മറുവശത്ത് പോലീസാകട്ടെ തങ്ങളുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു. അടുത്തുള്ളൊരു പെട്ടിക്കടയിൽ അവനെപ്പറ്റി അവർ തിരക്കി. അവൻ വളരെ നല്ല മനുഷ്യനാണെന്നും ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാറില്ലെന്നും കൃത്യസമയത്ത് കടം പറഞ്ഞെന്തെങ്കിലും മേടിച്ചാൽ അതൊക്കെ വീട്ടാറുണ്ട് എന്നും ഒരു ചെറിയ പെട്ടിക്കടക്കാരൻ പറഞ്ഞു. പോലീസിന് നേരത്തെ അറിയാം ആ കടയിൽ ലഹരി വസ്തുക്കൾ മാത്രമാണ് വിൽക്കുന്നത്. ലഹരി ഉപയോഗിക്കില്ലെങ്കിൽ അവന് പിന്നെ എന്തിനാണ് ആ കടയിൽ കടം എന്ന് പോലീസ് ചിന്തിച്ചു. എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ എന്നും അവർക്ക് തോന്നിയിരുന്നു. ശരിയായിരുന്നു, ആ പാൻ കടക്കാരനും അവനും അടുത്ത സുഹൃത്തുക്കളാണ്. പോലീസ് തിരഞ്ഞു വന്ന വിവരം പാൻ കടക്കാരൻ ഉടൻ തന്നെ അവനെ വിളിച്ചറിയിച്ചു. അവൻ ഒട്ടും മടിച്ചില്ല. വേഗത്തിൽ അവിടെ നിന്ന് മുങ്ങി ഒളിവിൽ പോയി. പോലീസ് പിന്നീട് അവന്റെ ഗ്രാമമായ സറൂറിലേക്ക് അവനെ തിരഞ്ഞ് യാത്ര തിരിച്ചു. മറുവശത്ത് നൈനയാകട്ടെ കോടതിയിൽ ഹണിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ജഡ്ജിയുടെ അടുക്കലെത്തി അവൾ വീണ്ടും സംസാരിച്ചു. തന്റെ വാദങ്ങൾ മുമ്പോട്ടേക്ക് വെച്ചു. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗർഭഛിദ്രം നടത്താൻ അനുമതി ആവശ്യമാണ്. നാളുകൾ നീളും തോറും അത് വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും കടക്കുക. പക്ഷേ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാതെ ഇതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കാതെ അങ്ങനെ വിധി തരാൻ പറ്റില്ല എന്നായിരുന്നു അധികൃതരുടെ മറുപടി. ഹണിയുടെ കുടുംബത്തിനും നൈനയ്ക്കും ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതായിരുന്നു. ഹണിയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യമാകുമോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ നൈന ഭയപ്പെട്ടു. ഹണിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വന്നു. അപ്പോൾ ഹണിയുടെ അച്ഛനും അമ്മയും നൈനയും അവളുടെ അടുത്തെത്തി. അച്ഛൻ പറഞ്ഞു, മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ? നീ ചെറുതായിരുന്നപ്പോ വഴിയിലൊരു നായ എന്നും നിന്നെ ശല്യം ചെയ്യുമായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞു ആ വഴി പോകണ്ട, വേറൊരു വഴിയിലൂടെ പോകാൻ. അന്ന് എനിക്ക് തെറ്റുപറ്റി. എല്ലാ തവണയും വഴിമാറിപ്പോകുന്നത് ശരിയല്ല. സത്യത്തെ അഭിമുഖീകരിക്കാനാണ് അന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കേണ്ടിയിരുന്നത്. ആ പ്രതിസന്ധിയോട് പോരാടാൻ ഞാൻ നിന്നോട് പറയണമായിരുന്നു. എന്നോട് ക്ഷമിക്കണം മോളെ, എനിക്ക് തെറ്റുപറ്റി. പക്ഷേ ഇത്തവണ നമുക്ക് തെറ്റുപറ്റരുത്. നിന്നോട് തെറ്റു ചെയ്തവനെ നമുക്ക് വെറുതെ വിടാൻ കഴിയില്ല. ഇല്ലെങ്കിൽ അവൻ മറ്റൊരു ഹണിയെ കൂടിയായിരിക്കും ഇനി ഉപദ്രവിക്കുക. ഹണിക്ക് അവർ അത്തരത്തിൽ ധൈര്യം പകർന്നുകൊണ്ടേയിരുന്നു. മാനസിക സമ്മർദ്ദം കാരണം അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാതിരിക്കാൻ അവർ അവളെ ശക്തിയാക്കാൻ ശ്രമിച്ചു. നൈന പറഞ്ഞു, നിനക്കെന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിന്റെ പൂർണ്ണമായൊരു സ്റ്റേറ്റ്മെന്റ് വേണം. എങ്കിൽ മാത്രമേ ഗർഭഛിദ്രത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുന്നു. ഹണി ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ സന്തോഷത്തോടെ സ്കൂളിൽ പോയിരുന്ന കാലം. വീട്ടിലും മൊത്തത്തിൽ സന്തോഷം മാത്രമായിരുന്നു. മാത്തമാറ്റിക്സ് ഹണിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഒരു ദിവസം അവളുടെ സഹപാഠി പറഞ്ഞു, നമ്മുടെ അയൽപ്പക്കത്ത് അമനെന്നൊരു കണക്കധ്യാപകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം നന്നായി പഠിപ്പിക്കും. ഹണിയെന്ന് വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു
സംസാരിച്ചു. അയൽപ്പക്കത്തായതുകൊണ്ട് പോകുന്നതിനെന്താ കുഴപ്പം എന്ന മട്ടിലായിരുന്നു അച്ഛൻ. മാത്സ് ട്യൂഷന് വിടാൻ അദ്ദേഹം അനുവദിച്ചു. അങ്ങനെ ഹണി ദിവസവും ട്യൂഷന് പോവാൻ തുടങ്ങി. ഒരു ദിവസം അമൻ ഹണിയോട് പറഞ്ഞു, നിനക്ക് കണക്ക് പ്രയാസമുള്ളതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കണം, നിനക്ക് ഞാൻ എക്സ്ട്രാ ക്ലാസ് എടുക്കാം. അപ്പോൾ ഹണിക്കൊന്നും തോന്നിയില്ല. അവള് കൂടുതൽ സമയം അവിടെ തുടർന്നു. ക്ലാസ് കഴിഞ്ഞവൾ വീട്ടിലേക്കും പോയി. അടുത്ത ദിവസം അമൻ ബാക്കി കുട്ടികൾക്കൊക്കെ അവധി നൽകിയിരുന്നു. പക്ഷേ ക്ലാസ്സിലെന്ന വിവരം ഹണിയോട് മാത്രം പറഞ്ഞിരുന്നില്ല. അവൾ ട്യൂഷന് ചെന്നു. മറ്റാരുമില്ലെന്ന് കണ്ടതും ഹണി കാര്യം ചോദിച്ചു. അമൻ പറഞ്ഞു, മാത്സിൽ നീ ഒരുപാട് വീക്കല്ലേ, അതുകൊണ്ടാ നിനക്ക് തനിച്ചൊരു എക്സ്ട്രാ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നാലെ അമൻ ഹണിയുടെ കയ്യിൽ ഒരു CD കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് താഴെ താമസിക്കുന്ന അങ്കിളിന് കൊടുത്തിട്ട് വലിയ ശബ്ദത്തിൽ ഇതങ്ങ് പ്ലേ ചെയ്യാൻ പറ. ഹണി പറഞ്ഞ പോലെ ചെയ്തു. താഴത്തെ അങ്കിളിന്റെ കയ്യിൽ CD കൊടുത്ത് അവൾ തിരികെ എത്തി. അയാളും താഴെ ആ CD വലിയ ഉച്ചത്തിൽ പ്ലേ ചെയ്തിരുന്നു. പിന്നാലെയായിരുന്നു അത് നടന്നത്. അമൻ ഹണിയെ കടന്നു പിടിച്ചു, മുറിക്കുള്ളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. CD പ്ലേ ചെയ്യുന്ന വലിയ ശബ്ദം കൊണ്ട് ഹണിയുടെ നിലവിളിയും ഒച്ചയും ആരും കേട്ടിരുന്നില്ല. ഹണിയുടെ ആ മൊഴി അവർ വീഡിയോയിൽ പകർത്തി ജഡ്ജിക്ക് മുമ്പിൽ ഹാജരാക്കി. പക്ഷേ ആ വീഡിയോ മാത്രം കണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും കോടതിക്ക് ചില നിയമങ്ങളുണ്ടെന്നുമായിരുന്നു ജഡ്ജിയുടെ മറുപടി. അതോടെ കോടതിയിൽ വിചാരണ നടക്കും എന്ന ഘട്ടമെത്തി. അടുത്ത ദിവസം നെയ്ന ഹണിയെയും കുടുംബത്തെയും കോടതിയിലേക്ക് എത്തിച്ചു. കോടതിക്ക് പുറത്ത് മാധ്യമങ്ങൾ തടിച്ചുകൂടിയിരുന്നു. വിവരം ലീക്കായിരിക്കുന്നു. ഗഗൻ എന്ന റിപ്പോർട്ടർ ഹണിയെ തടഞ്ഞു നിർത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇതാണ് പീഡിപ്പിക്കപ്പെട്ട ഹണി എന്ന പെൺകുട്ടി. അവൾ ഗർഭിണിയാണ്. പീഡിപ്പിച്ച വ്യക്തി കുഞ്ഞിന്റെ അച്ഛൻ ഇപ്പോഴും ഒളിവിലാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പറയാമോ എന്ന തരത്തിൽ പല ചോദ്യങ്ങളും മറ്റും ഹണിക്കെതിരെ വരാനും പറച്ചിലുകൾ കേൾക്കാനും ആരംഭിച്ചു. നെയ്ന അവിടെ ഉണ്ടായിരുന്നു. നെയ്ന ഇടയ്ക്ക് കയറി റിപ്പോർട്ടറോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനാണോ നിങ്ങൾ മനുഷ്യത്വം കാണിക്കുന്നത്? ഒരു കുട്ടിയോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്? അവൾ എത്രമാത്രം ഭയപ്പെട്ടിരിക്കുകയാണെന്ന് നോക്കൂ. നിങ്ങളുടെ മകളാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമോ? അത് കേട്ടതും ആ റിപ്പോർട്ടറുടെ തല ലജ്ജ കൊണ്ട് താഴ്ന്നു. അധികം വൈകാതെ പോലീസിന് അമനെ പിടികൂടാനും കഴിഞ്ഞു. വൈകാതെ അമനും കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. അമനെ കോടതി 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടു. പക്ഷേ ഹണിയുടെ ഗർഭഛിദ്രത്തിന്റെ കാര്യം വന്നപ്പോൾ കോടതി പറഞ്ഞു, ഇതൊരു സങ്കീർണമായ വിഷയമാണ്, അതുകൊണ്ട് ഇതിൽ കൃത്യമായ വിചാരണ നടക്കണം, അല്ലാതെ ഇതിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അത് കേട്ടതോടെ ഹണിയുടെ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. കാരണം അമനെ ശിക്ഷിക്കുക എന്നത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമായിരുന്നു ഹണിയുടെ ഗർഭഛിദ്രം നടത്തുക എന്നതും. ഇപ്പോൾ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ഹണിക്കും മാതാപിതാക്കൾക്കും അത്രമേൽ പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നു. നെയ്ന ഹണിയുടെ മാതാപിതാക്കളോട് പറഞ്ഞു, നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം, പെട്ടെന്നെന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്ന് നോക്കാം. പക്ഷെ ഹണിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമ നശിക്കാൻ ആരംഭിച്ചിരുന്നു. നെയ്നയുടെ വാക്കുകൾക്ക് അവർ വലിയ വില കൽപ്പിച്ചില്ല. ഇതേസമയം മറുവശത്ത് അമന്റെ ഗ്രാമത്തിൽ അമന്റെ അച്ഛനൊരു കോൾ വന്നു. അയാളുടെ മകൻ ഒരു ബലാത്സംഗ കേസിൽ അകപ്പെട്ടുവെന്നും നിലവിൽ കസ്റ്റഡിയിലാണ് എന്നും അയാൾ അറിഞ്ഞു. അമന്റെ അച്ഛൻ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. പിന്നാലെ അദ്ദേഹം തന്റെ ആളെ കൊണ്ട് നഗരത്തിലുള്ള ആരെയോ ഫോൺ വിളിപ്പിച്ചു. എന്നിട്ട് കാര്യങ്ങൾ പറയിപ്പിച്ചു. നമുക്ക് ഏറ്റവും വലിയൊരു വക്കീലിനെ തന്നെ വേണം, ഇതൊരു ചെറിയ ബലാത്സംഗ കേസാണ്. ആ രീതിയിലായിരുന്നു അവരുടെ ഭാഷ്യവും മറ്റും. അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു കൊച്ചു പെൺകുട്ടിയോട് കാട്ടിയ അനീതിയെ എത്ര നിസ്സാരമായിട്ടാണ് അയാൾ നോക്കിക്കണ്ടത് എന്ന്. അയാളുടെ ചിന്താഗതിയും എത്രമേൽ ചെറുതാണെന്ന് കൂടി വ്യക്തമാവുകയായിരുന്നു. എന്തായാലും അവർ നഗരത്തിലെത്തി. വൈഭവി സച്ദേവ എന്ന വക്കീലിനെ കണ്ടു. ആ പ്രദേശത്തെ ഏറ്റവും മികച്ച ക്രിമിനൽ വക്കീലന്മാരിൽ ഒരാളായിരുന്നു അവർ. വലിയ വലിയ കേസുകൾ വാദിച്ചിട്ടുള്ള അവർക്ക് ഒട്ടേറെ വിജയങ്ങളും ലഭിച്ചിട്ടുണ്ട്. മറുവശത്ത് നെയ്നയ്ക്ക് ഹണിയുടെ അമ്മയുടെ ഫോൺ കോൾ വന്നു. അവർ ചോദിച്ചു, ഞങ്ങളിനി എന്തു ചെയ്യണം? ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ആശുപത്രിയിൽ വെച്ച് നമുക്ക് ഗർഭഛിദ്രം നടത്തിയാലോ? നെയ്ന പക്ഷേ അത് വിലക്കി. കാരണം അതിൽ വലിയ റിസ്ക് തന്നെയുണ്ടായിരുന്നു. കേസ് ഏറ്റെടുത്ത വൈഭവി അമന്റെ അച്ഛനൊപ്പം ജയിലിൽ പോയി അവനെ കണ്ടു. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അവൾക്ക് ഇത് ഇഷ്ടമായിരുന്നുവെന്നും താനൊരു ബലപ്രയോഗവും നടത്തിയിട്ടില്ല എന്നായിരുന്നു അമൻ പറഞ്ഞത്. പക്ഷേ വൈഭവിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ കണ്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അമൻ കള്ളം പറയുകയാണെന്ന് ഒറ്റയടിക്ക് തന്നെ മനസ്സിലായി. പിന്നാലെ വൈഭവി അമന്റെ അച്ഛനടുക്കൽ പറഞ്ഞു, കേസിന്റെ ഒരു ഹിയറിംഗിന് ഹാജരാകാൻ എനിക്ക് 2 ലക്ഷം രൂപ വെച്ച് തരണം. കാരണം ഈ കേസിൽ ഇപ്പോൾ മീഡിയ ഉൾപ്പെട്ടിട്ടുണ്ട്, അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഒരുപാട് പണമുണ്ടായിരുന്ന അമന്റെ അച്ഛന് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അങ്ങനെ അവരുടെ കേസിന്റെ വാദം ഹൈക്കോടതിയിലേക്ക് എത്തിച്ചേർന്നു. അവിടുത്തെ ജഡ്ജി ഒരു സ്ത്രീയായിരുന്നു. അവർക്കും 14 വയസ്സുള്ള ഒരു മകളുണ്ട്. നെയ്നയുടെ വാദങ്ങൾ മുഴുവനായി കേട്ട ശേഷം ജഡ്ജി പറഞ്ഞു, ഇതൊരു സങ്കീർണമായ കേസാണ്, അതിനാൽ ഒരു ഡോക്ടറെ നിയമിച്ച് ആ കുട്ടിയെ വിശദമായി പരിശോധിപ്പിക്കണം. ഗർഭഛിദ്രം നടത്താനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്ന്
എന്ന് കണ്ടെത്തണം. ഇതെല്ലാം നടക്കുമ്പോഴും ജഡ്ജി അഭിപ്രായം പറയുമ്പോഴും എതിർഭാഗം വക്കീൽ അപ്പോഴും നിശബ്ദയായിട്ടായിരുന്നു ഇരുന്നത്. കാരണം കേസ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു അവർ ആഗ്രഹിച്ചതും. ഇതിനിടയിൽ ഹണിയുടെ പരീക്ഷാ തീയതി വന്നു. ഹണിക്ക് പരീക്ഷ എഴുതണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഗർഭാവസ്ഥയിൽ അവൾ സ്കൂളിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അമ്മ അവളെ തടയാൻ നോക്കി. പക്ഷെ അച്ഛൻ അതിനെ എതിർത്തു. തന്റെ മകളുടെ ഭാവി നശിപ്പിക്കാൻ താൻ കൂട്ടുനിൽക്കില്ലെന്ന് പറഞ്ഞ് ആ അച്ഛൻ തന്റെ സ്കൂട്ടറിലിരുത്തി അവളെ സ്കൂളിൽ കൊണ്ടുപോയി. അതും വളരെയധികം സൂക്ഷ്മതയോടെ. സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരും അവളോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. കൂട്ടുകാരും അധ്യാപകരും എല്ലാവരും ഹണിക്കൊപ്പം തന്നെ നിന്നു. അവളുടെ ഈ പോരാട്ടത്തിൽ തങ്ങൾ അവളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞവർ പിന്തുണ പ്രഖ്യാപിച്ചു. എല്ലാവരുടെയും ഈ പെരുമാറ്റം ഹണിക്ക് വലിയ ധൈര്യം കൊടുത്തിരുന്നു. ഹണിയുടെ അച്ഛനും വലിയ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസം ലഭിച്ചു. അധികം വൈകാതെ ഹണിയുടെ മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയായി. അടുത്ത വാദത്തിൽ ഡോക്ടർ ജഡ്ജിക്ക് മുന്നിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ഹണിയുടെ ഗർഭകാലം 24 ആഴ്ചകൾ പൂർത്തിയായെന്നും ഈ ഘട്ടത്തിൽ ഗർഭഛിദ്രം നടത്തുന്നത് ഹണിയുടെ ജീവന് പോലും അപകടകരമാണെന്നും ഡോക്ടർ കോടതിയിൽ പറഞ്ഞു. അത് കേട്ടതോടെ ഗർഭഛിദ്രത്തിന് അനുമതി നൽകാൻ കഴിയില്ല എന്നായിരുന്നു ജഡ്ജിയുടെ വിധി. ക്ഷമിക്കണം എന്നും അവർ കൂട്ടിച്ചേർത്തു. നെയ്നയെ അത് അക്ഷരാർത്ഥത്തിൽ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അവർ കോടതിയോട് പറഞ്ഞു, ഈ 24 ആഴ്ചകൾ കോടതി നടപടികൾക്കിടയിൽ പോയതാണ്. ഈ കാലതാമസത്തിന് ആ പെൺകുട്ടി ഒരു തരത്തിലും ഉത്തരവാദിയല്ല. അന്ന് വൈഭവി നെയ്നയോട് പറഞ്ഞു, അമനെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ പെൺകുട്ടിയുടെ പക്കൽ അത്രയും സമയമില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒതുക്കുന്നതല്ലേ നല്ലത്. വൈഭവി നെയ്നയെ ഭയപ്പെടുത്തുകയായിരുന്നു. നെയ്നയുടെ ബലഹീനതകൾ വൈഭവിക്ക് നന്നായിട്ടറിയാം. കാരണം നെയ്ന മുമ്പ് വൈഭവിയുടെ അസിസ്റ്റന്റായി ജോലി നോക്കിയിട്ടുണ്ട്. അടുത്ത വാദം 3 ദിവസത്തിന് ശേഷമായിരുന്നു. അടുത്ത ദിവസം ഹണിയുടെ അയൽവാസിയായ വേദിയങ്കൾ അവരുടെ വീട്ടിലെത്തി. ഹണിയുടെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വരൂ, എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഹണിയുടെ മാതാപിതാക്കൾ അദ്ദേഹത്തോടൊപ്പം ചെന്നു. അവിടെ ചെന്നപ്പോൾ അമന്റെ അച്ഛൻ തന്റെ ആളുമായി നിൽക്കുന്നത് അവർ കണ്ടു. അദ്ദേഹം ഹണിയുടെ അച്ഛന്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്റെ അമൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നവനല്ല. അവൻ നല്ല പഠിപ്പുള്ള പയ്യനാണ്. ഇതെന്റെ മകന്റെയും നിങ്ങളുടെ മകളുടെയും ജീവിതം നശിപ്പിക്കും. നിങ്ങൾ ദയവായി കേസ് പിൻവലിക്കൂ. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ നിങ്ങളുടെ മകളുടെ ഗർഭഛിദ്രം ഞങ്ങൾ നടത്തിത്തരാം. അവളുടെ പഠന ചെലവും വേണമെങ്കിൽ അവളെ വിദേശത്ത് പഠിക്കാൻ അയക്കാനുള്ള ചെലവടക്കം ഞാൻ ഏറ്റെടുക്കാം. പക്ഷേ ഹണിയുടെ അച്ഛൻ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നതിനു മുമ്പേ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വീട്ടിലെത്തി അയാൾ ചിന്തിച്ചിരുന്നു. ഹണിയുടെ അമ്മ അച്ഛനോട് പറഞ്ഞു, ഒരുപക്ഷെ അമന്റെ അച്ഛൻ പറയുന്നത് ശരിയായിരിക്കാം. കാരണം ഈ കേസ് ഒരുപാട് നീണ്ടുപോകും. എത്ര കാലം നമുക്ക് കോടതികൾ കയറിയിറങ്ങാൻ പറ്റും? നമ്മുടെ കയ്യിൽ സമയവുമില്ല. അവര് പണം തരാമെന്നും സമ്മതിക്കുന്നുണ്ടല്ലോ. നമുക്ക് കേസ് പിൻവലിച്ച് മകളുടെ ഗർഭഛിദ്രം നടത്തിക്കൂടെ? ഈ പോരാട്ടമൊക്കെ നടത്തി നമുക്കറിയെ തോൽപ്പിക്കണ്ടേ? നമ്മുടെ മകളുടെ ഭാവിയല്ലേ പോകുന്നത്? അപ്പോഴേക്കും ഹണി അങ്ങോട്ടേക്ക് വന്നു. അമ്മ പറഞ്ഞതൊക്കെയും അവൾ കേട്ടിരുന്നു. അവൾ പറഞ്ഞു, ഇത്രയും ദൂരം മുന്നോട്ട് വന്ന് ഇനി നമുക്ക് പിന്നോട്ട് പോവാൻ പറ്റില്ല. എനിക്കെന്താ സംഭവിച്ചതെന്ന് ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. എനിക്ക് നീതി വേണം. ഹണിയുടെ അമ്മയ്ക്ക് അത് കേട്ടതും വലിയ ദേഷ്യം തന്നെ വന്നു. ഓരോന്നെണ്ണി പറഞ്ഞ് അമ്മ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പക്ഷേ അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഞാൻ മോളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ നീതി നേടിയെടുക്കും. മറുവശത്ത് ഹണിയുടെ കേസ് നോക്കുന്ന ജഡ്ജി വല്ലാത്തൊരു സങ്കടാവസ്ഥയിലായിരുന്നു. ഹണിയുടെ പേപ്പറുകളൊക്കെ പഠിച്ച ശേഷം വീട്ടിലിരുന്ന് അവർ തന്റെ മകളോട് പറഞ്ഞു, ആ ജഡ്ജി കസേരയിൽ ഇരിക്കുമ്പോ ചിലപ്പോ വല്ലാത്ത വീർപ്പുമുട്ടല് തോന്നും. ശരിയെന്താണെന്നും തെറ്റെന്താണെന്നും നമുക്കറിയാം. പക്ഷേ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത വിധം നിയമത്താൽ നമ്മുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കും. എല്ലാം അറിയാവുന്ന മകൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു ശരിയായ തീരുമാനം തന്നെ എടുക്കണം. എനിക്കെന്റെ അമ്മയെക്കുറിച്ച് അഭിമാനം തോന്നണം. മറ്റുള്ളവരുടെ മുമ്പിൽ അത് പിന്നീട് നല്ലൊരു ഉദാഹരണമായി കാണപ്പെടണം. അങ്ങനെ അടുത്ത വാദത്തിന്റെ സമയമായി. പക്ഷെ അടുത്ത വാദത്തിൽ വൈഭവി ഹണിയുടെ കുടുംബത്തിനു മേൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഹണി ചെയ്തതൊക്കെ മറ്റാരുടെയോ വാക്ക് കേട്ടിട്ടാണെന്നും ഹണിയുടെ അച്ഛന്റെ ശമ്പളം വെറും 20,000 രൂപ മാത്രമാണെന്നും അത് വെച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഹണിയുടെ അച്ഛൻ തന്നെയാണ് പണം തട്ടാൻ ഹണി അമ്മന്റെ വീട്ടിലേക്ക് ട്യൂഷൻ അയച്ചതെന്നും ഇവർ ബോധപൂർവം ഒരു മാനിനെ കുടുക്കിയതാണെന്നും അത് വെച്ച് അമ്മന്റെ കുടുംബത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു ഇവരുടെ ഭാവമെന്നും വൈഭവി വാദിച്ചുകൊണ്ടേയിരുന്നു. ഇത് തെളിയിക്കാൻ അവർ ഒരു വീഡിയോയും ഹാജരാക്കി. ഹണിയുടെ മാതാപിതാക്കൾ അമ്മന്റെ അച്ഛനെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ചിത്രീകരിച്ച വീഡിയോ ആയിരുന്നു അത്. ഹണിയുടെ മാതാപിതാക്കൾ പണം ചോദിക്കുന്നതായും അമ്മന്റെ അച്ഛൻ പണമില്ല എന്ന് പറയുന്നതായും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സംഭാഷണമില്ലാത്ത ആ വീഡിയോ വൈഭവി കോടതിയിൽ വിശദീകരിച്ചത്. അക്ഷരാർത്ഥത്തിൽ കേസിന്റെ മട്ടുമാറുകയായിരുന്നു. ഹണിയുടെ കുടുംബവും നൈനയും വല്ലാതായി. അന്ന് വാദങ്ങൾ കഴിഞ്ഞ് വൈഭവി പുറത്തിറങ്ങിയപ്പോൾ വൈഭവിയുടെ സ്വന്തം മകൾ അമ്മയെ വിളിച്ചു. വിവരങ്ങൾ വാർത്താ മാധ്യമങ്ങൾ മുഖേന
മകൾ അറിഞ്ഞിരുന്നു. മകൾ വൈഭവിയോട് പറഞ്ഞു, നിങ്ങൾ എന്റെ അമ്മയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊരു കുട്ടിയുടെ ജീവിതമാ ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഹണി വൈഭവിയുടെ അടുത്തേക്ക് വന്നത്. വൈഭവി പുറത്തേക്ക് നടന്നപ്പോൾ വൈഭവിയുടെ ചാവി താഴെ വീണു പോയിരുന്നു. അതെടുത്ത് വൈഭവിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവൾ വന്നത്. വൈഭവി നന്ദി പറയുന്നതിന് മുമ്പ് തന്നെ ചാവി കൊടുത്ത് ഹണി തിരികെ പോയി. വൈഭവി അവളെ ഒന്ന് നോക്കി നിന്നിരുന്നു. അടുത്ത വാദത്തിൽ നൈന സീമ എന്നൊരു പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കി. വാസ്തവത്തിൽ സീമ അമന്റെ ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു. ഗ്രാമത്തിലുള്ള സമയത്ത് അമൻ സീമയെയും പീഡിപ്പിച്ചിരുന്നു. അവളും ഗർഭിണിയായി. പക്ഷേ സീമയുടെ മാതാപിതാക്കൾ നിയമവിരുദ്ധമായി ഗർഭഛിദ്രം നടത്തി ആ കേസ് ഒതുക്കി തീർത്തു. കാര്യങ്ങൾ വിശദീകരിച്ച് നൈന പിന്നാലെ പറഞ്ഞു, ഹണിയുടെ മാതാപിതാക്കൾ പക്ഷേ അതുപോലെ പ്രവർത്തിച്ചില്ല. കാരണം അവർക്ക് വേണ്ടത് മകളുടെ നീതിയായിരുന്നു, അല്ലാതെ പണമോ മറ്റൊന്നുമായിരുന്നില്ല. തുടർന്ന് അമനെതിരെ വിവിധയിടങ്ങളിലായി പല പെൺകുട്ടികൾ നൽകിയ പരാതികൾ കണ്ടെത്തിയിരുന്ന നൈന അത് കോടതിയിൽ ഹാജരാക്കി. ഇതിനു മുമ്പും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ അവൻ തുടർന്നിട്ടുണ്ടെന്നും കോളേജിൽ വെച്ച് പോലും അവനിത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പക്ഷേ എന്നിട്ടും കോളേജിൽ നിന്ന് ചീത്തപ്പേര് ഭയന്നവനെ പുറത്താക്കിയിരുന്നില്ലെന്നും നൈന കോടതിക്ക് മുമ്പിൽ സമർത്ഥിച്ചു. പിന്നീട് കോടതിയിൽ ഹണിക്കും സംസാരിക്കാൻ അവസരം കിട്ടി. അവൾ ചോദിച്ചു, ഇതെന്റെ ശരീരമല്ലേ? ഗർഭഛിദ്രം ചെയ്യാനുള്ള തീരുമാനം എന്തുകൊണ്ട് എനിക്ക് എടുത്തുകൂടാ? ഈ ശരീരം എന്റേതാണ്. പിന്നെ എന്തിനാണ് എന്റെ അച്ഛനും നൈന ദീദിയും എല്ലാവരും താങ്കളോട് അനുമതി ചോദിക്കുന്നത്? എന്റെ ശരീരത്തിന് മേൽ എനിക്കൊരു അവകാശവുമില്ലേ ജഡ്ജി മേഡം? ഹണിയുടെ ആ ചോദ്യവും വാക്കുകളും കേട്ട് ജഡ്ജി വികാരാധീനയായി. ഒടുവിൽ എല്ലാം മനസ്സിലാക്കി കോടതി വിധി പ്രസ്താവിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ ഡോക്ടർമാരെ കൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഹണിയെ പരിശോധിപ്പിക്കണം. അവരുടെ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുകയും വേണം. കോടതി ആ തീരുമാനം ഉത്തരവിട്ടതും അധികം വൈകാതെ അത് നടന്നു. റിപ്പോർട്ടുകൾ കോടതിക്ക് മുമ്പിൽ എത്തിച്ചേർന്നു. 3 ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ പറഞ്ഞത് ഹണിയുടെ ഗർഭഛിദ്രം സാധ്യമാണെന്നായിരുന്നു. ആ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഗർഭഛിദ്രം നടത്തുവാൻ കോടതി ഉത്തരവിട്ടു. ഒപ്പം അമൻ ഭരദ്വാജിനെ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചുകൊണ്ട് കോടതി അവന് 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ഇത് കേട്ടപ്പോൾ ഹണിയുടെ കുടുംബം മാത്രമല്ല, യാഥാർത്ഥ്യത്തിൽ വൈഭവി പോലും സന്തോഷിച്ചിരുന്നു. ഹണിയുടെ വേദന അവൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ആ കുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് വൈഭവിയും ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ ഹണിക്ക് നീതി ലഭിച്ചു. സിനിമ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് എത്രയോ അധികം പെൺകുട്ടികളുണ്ട്, പക്ഷേ അവർക്ക് നേരെ ഏറെ മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ പലതരം കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ ഒട്ടാകെ പരിഗണിച്ചാൽ ഓരോ 20 മിനിറ്റിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ എത്ര പേർ അവരുടെ മാതാപിതാക്കളോട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ഇനി അറിയുന്ന മാതാപിതാക്കളിൽ എത്ര പേർ ഹണിയുടെ മാതാപിതാക്കളെപ്പോലെ പെൺമക്കളുടെ കൂടെ നിൽക്കുന്നുണ്ട്? ഭൂരിഭാഗവും നാണക്കേട് ഭയന്ന് എല്ലാം ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അധികം ആരും തന്നെ സ്വന്തം മകൾക്ക് നീതി നേടിക്കൊടുക്കാൻ പോലും മുന്നിട്ടിറങ്ങുന്നില്ല. ഹണിയുടേതുപോലെയുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും പെൺകുട്ടി സധൈര്യം മുന്നിട്ട് വരും. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ഹണിയുടെ പിതാവെന്ന് എടുത്തു പറയേണ്ടി വരും. മാതാവ് പലപ്പോഴും അവളെ പിന്നോട്ട് വലിക്കാനായിരുന്നു ശ്രമിച്ചത്. എന്നിരുന്നാലും മാതാവും അവൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മക്കളോട് സൗഹൃദത്തോടെ പെരുമാറുക. ജീവിതത്തിലെ എന്ത് പ്രശ്നവും അവർക്ക് വന്ന് പറയാവുന്ന തരം ഒരു അറ്റ്മോസ്ഫിയർ കുടുംബത്തിൽ സൃഷ്ടിക്കുക. പുതുതലമുറയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി മാതൃകാപരമായ ഒരു ജീവിതം ജീവിക്കണം. തങ്ങളുടെ മക്കൾക്ക് വഴികാട്ടികളാകണം. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അവസാനിക്കുകയും നല്ലൊരു ലോകം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന പ്രതീക്ഷയോടെ കഥ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.